പ്രിയമുള്ളവരെ, തൃശ്ശൂർ അതിരൂപതയിലെ തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ 2024 മെയ് 27-28 തീയതികളിൽ നടത്തിയ ജെറീക്കോ പ്രാർത്ഥന പേരാമംഗലത്ത് നിന്ന് കാറ്റാടി മലയിലേക്ക് ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ലാസർ ദേവസഹായം പിള്ളയുടെ അരികിലേക്ക് ഒരു യാത്ര. വിശുദ്ധ ലാസർ ദേവസഹായം വെടിയേറ്റ് മരിച്ച കാറ്റാടി മലയിലേക്കുള്ള ജെറീക്കോ യാത്ര 27-ാം തീയതി കാലത്ത് 7 മണിക്ക് പേരാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ ആത്മീയ നിയന്താവ് റവറൻഡ് ഫാദർ ജെയ്സൺ മാറോക്കി അച്ഛൻ്റെ ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യവുമായി വിശുദ്ധ ദേവസഹായത്തിൻ്റെ ഛായാചിത്രവും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് മിനിസ്ട്രിയുടെ അംഗങ്ങളും അഭ്യുദയകാംക്ഷികളും ആയ 35 പേർ റവറൻഡ് ഫാദർ ജെയ്സൺ മാറോക്കി, റവറൻഡ് ഫാദർ ജോസഫ് ജോഷി OCD എന്നീ വൈദികരുടെ നേതൃത്വത്തിൽ യാത്ര ആരംഭിച്ചു. ദൈവവചന സ്തുതിപ്പുകളും ജപമാല, കൗമ്യയുടെ ജപമാല, സ്തുതിപ്പുകൾ, ആരാധന എന്നിവയാൽ മണിയോടെ ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം ഞങ്ങൾക്ക് വിളമ്പി തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധാത്മാവിന് നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശാന്തമാവിന്റെ ഈ ജ്വാല ഇറങ്ങി വരുന്ന നിമിഷം തീര പാര തീര ഹാല പാര തീര പാര തീര ഹാല പാര തീര ഹാല പാര തീര ഹാല പാര തീര പാര തീര ഹാല പാര തീര ഹാല തീര ഹാല പാര തീര ഹാല പാര തീര ഹാല പാര തീര ഹാല പാര തീര പാര തീര തീര ഹാല പാര തീര ഹാല. പ്രിയരെ, നമ്മളിപ്പോൾ ആയിരിക്കുക കുറുവിലങ്ങാട് മാർത്ത് മറിയം മേജർ ആർക്കി എപ്പസ്കോപ്പൽ പള്ളിയിലാണ്. ഒരുപാട് പഴക്കവും ഒരുപാട് പ്രത്യേകതയുമുള്ള ഒരു പള്ളിയാണ് ഈ ആർച്ച് ഡീക്കൻ. ഒരു തീർത്ഥാടന ദേവാലയം കൂടിയാണ് ഈ കുറുവിലങ്ങാടുള്ള ഈ പള്ളി. പരിശുദ്ധ ദൈവമാതാവ് സ്ഥാനനിർണയം നടത്തിയ പള്ളി എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുക. ഒരുപാട് നമ്മളുടെ ലോകത്തിലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഏറ്റവും ആദ്യത്തെ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തു തന്നെയായാലും ഒരുപാട് പൗരാണികമായ ഒരുപാട് കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ നിറഞ്ഞ ഈ വലിയ പള്ളിയാണ് ഈ മാർത്തുമറിയം പള്ളി. ഇവിടെ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. പഴയ കാലത്തെ 2 മണികൾ ഇവിടെയുണ്ട്. പുതിയ പള്ളിയാണ്, പഴയ പള്ളിയാണ് പുറകിലുള്ളത്, പുതിയ പള്ളിയാണ് മുന്നിൽ കാണുന്നത്. ആ പഴയ പള്ളിയുടെ അടുത്താണ് ആ മണിമാളികയും 2 മണികളും ഒക്കെ ഉള്ളത്. മണിമന്ദിരമൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സാധിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും അവിടെ പോയി ഈ പള്ളിയൊക്കെ കാണുന്നത് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു പള്ളി കൂടിയിട്ടാണ് ഇത്. മറ്റുള്ള ലോകത്തിന്റെ വസ്തുക്കളും കൊടുത്ത് സ്വന്തം മക്കളെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഒരു നിസ്സഹായ അപ്പന്റെ കരച്ചിലുണ്ട്, ഒരു നിസ്സഹായമായിട്ടുള്ള അപ്പന്റെ കരച്ചിലുണ്ട്. അതാണ് കുരിശിലെ കരച്ചിൽ. എനിക്ക് നയിക്കുന്നു, എന്റെ മക്കളെ എന്റെ അടുക്കലേക്ക് വിട്ടുതരിക. ദാനത്തോടുകൂടി പ്രാർത്ഥിച്ച് പൗലോസ് വേദനയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അനേകം വിചാര
വിജാതീയ മക്കൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൂട്ടം കൂട്ടമായി മാമോദിസ സ്വീകരിച്ചു. ഈ വിജാതീയന്റെ അപ്പസ്തോലന്റെ കൃപയാണ് ലാസർ ദൈവസഭ. പ്രിയമുള്ളവരെ, നമ്മുടെ ജെറിക്കോ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസത്തേക്ക് പ്രവേശിക്കുകയാണ്. അതായത് 28-ാം തീയതി. ഇപ്പോൾ നമ്മളായിരിക്കുക കാറ്റാടിമലയുടെ അടിവാരത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുക. വിശുദ്ധ ദേവസഹായം പിള്ള വെടിയേറ്റ് മരിച്ച് വീണ സ്ഥലമാണ്. അവിടുത്തെ ഉള്ള ഒരു പള്ളിയുടെ ചെറിയൊരു പള്ളിയാണ്. തൊട്ടടുത്താണ് വെടിയേറ്റ് മരിച്ച സ്ഥലം. നമുക്കത് കാണാൻ സാധിക്കും. ഇതാണ് ദേവസഹായം പിള്ള മരിച്ചു വീണ സ്ഥലം. അവിടെ ഒരു മാലാഖ നിൽക്കുന്ന ഒരു പടമാണ് ദേവസഹായം പിള്ളയുടെ അടുത്ത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തു തന്നെയായാലും നമ്മൾ ദേവസഹായം പിള്ള മരിച്ചു വീണ സ്ഥലമാണ് ഇപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ ദിവ്യബലിക്കായി ദേവാലയത്തിൽ അണഞ്ഞിരിക്കുകയാണ്. റവറൻഡ് ഫാദർ ജെയ്സൺ മാറോക്കി അച്ഛനും അതുപോലെ തന്നെ ഫാദർ ജോസഫ് ജോഷി OCD അച്ഛനുമാണ് ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്നത്. ജോസഫ് അച്ഛനാണ് നമ്മളോട് സംസാരിച്ച് പ്രസംഗിക്കുന്നത്. കുർബാനയ്ക്കിടയ്ക്കുള്ള സന്ദേശം നമുക്ക് നൽകിയത് ജോസഫ് അച്ഛനാണ്. ദിവ്യബലിക്ക് ശേഷം 2 വൈദികരും പ്രത്യേകമായി നിങ്ങളുടെ തലയിൽ കൈവച്ച് ആശീർവദിക്കുന്നവരുണ്ട്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നു. തലയിൽ കൈവച്ച് ഇരുവൈദികരും എല്ലാവരെയും ആശീർവദിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ആ ദിവസം ആരംഭിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കറ്റാടി മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. ദേവസഹായം പിള്ള ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ത്യാഗങ്ങൾക്കൊടുവിൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന ആ സ്ഥലമാണ്. അവിടേക്കാണ് ഞാൻ അടുത്ത് കയറുന്നത്. ഉടനെ തന്നെ നമുക്ക് ഇത് ഈ ദേവാലയത്തിലെ നമ്മുടെ പ്രത്യേകിച്ച് കുരിശു രൂപത്തിന് നമ്മളുടെ കുരിശിൻ്റെ വഴിക്ക് താഴെ ദേവസഹായം പിള്ളയുടെ 14 തരത്തിലുള്ള പീഡനങ്ങൾ ദേവസഹായം പിള്ളയെ വിധിക്കുന്നത്, അതിനുശേഷം പീഡകൾ ഏറ്റുവാങ്ങിയത്, അതിനുശേഷം മരിക്കാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മരിച്ച ഗംഭീര മലകളാണ് സ്ഥലം. മലകളിൽ ധാരാളം മഞ്ഞും ഒക്കെ ആയിട്ട് നമുക്ക് മലകളെ കാണാൻ പറ്റാത്ത രീതിയിലാണ്. ഈ പുലർക്കാലത്ത് നല്ല മഞ്ഞ് അവിടെയുണ്ട്, കോടമഞ്ഞ് പുറത്ത് മഞ്ഞുകൾ അവിടെയുണ്ട്. ഇപ്പം ഇവിടെയാണ് ദേവസഹായം പിള്ളയെ വെടിവെച്ചിട്ടുള്ള സ്ഥലം. ഈ കുന്നിൻ മുകളിലെ ദേവസഹായം പിള്ളയെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് കഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. പോരുന്ന വഴികളിൽ പൊത്തും പുറത്തിരുത്തുകയും അതുപോലെ നഗ്നനാക്കി ദേഹമാസകലം വരയുകയും ആ വരഞ്ഞ ഭാഗങ്ങളിൽ കാന്താരിമുളക് തേച്ച് പുരട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവസാനം വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടത്. 2-3 പടയാളികളും ഒക്കെ ആയിട്ട് രാജാവിൻ്റെ കൽപ്പന പ്രകാരം പടയാളികളോട് എത്തി ദേവസഹായം പിള്ളയെ അവർ
അവരുടെ അടുത്തുള്ള അവസാനത്തെ ഉണ്ടയ്ക്ക് മുമ്പ് വരെ അവർ വെടിവെച്ചിട്ടൊന്നും ദേവസായം പിള്ളയ്ക്ക് ഏറ്റില്ല. അവസാനം അവർ നിസ്സഹായരായി ഒരു ഉണ്ട കൊണ്ട് ബാക്കിയുള്ളൂ. അവർക്ക് മനസ്സിലായി അവർക്ക് ഇദ്ദേഹത്തെ കൊല്ലാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവരുടെ തല പോകുന്ന കാര്യമാണ് അവർ ചിന്തിച്ചത്. ആ സമയത്ത് ദേവസഹായം പിള്ള അവരോട് ചോദിച്ചു, എന്താണെന്ന് പ്രശ്നം ചോദിച്ചു. പറഞ്ഞു, ഞങ്ങളുടെ ഉണ്ട കഴിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവസഹായം പിള്ള ആ ഉണ്ട വാങ്ങി അവരിൽ നിന്ന് വാങ്ങി ആശീർവദിച്ച് അവർക്ക് തിരികെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി വെടിവെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ വെടി കൊണ്ടാണ് ദേവസായം പിള്ള ഇവിടെ പിടഞ്ഞു വീണത്. ഇവിടെ നിന്ന് താഴേക്ക് വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. നമുക്ക് പ്രത്യേകം ദേവസായം പിള്ളയുടെ മാധ്യസ്ഥം യാചിക്കാം. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അദ്ദേഹം ഇവിടെ മരിക്കുകയാണുണ്ടായത്. നമുക്ക് വിശുദ്ധ ദേവസായം പിള്ളയുടെ മാധ്യസ്ഥം പ്രത്യേകം യാചിക്കാം. നമ്മളുടെ സഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ പ്രഥമ അൽമായ രക്തസാക്ഷി കൂടിയാണ് വിശുദ്ധ ദേവസഹായം പിള്ള. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം ഒരു അക്രൈസ്തവനായ ആദ്യത്തെ രക്തസാക്ഷി എന്നൊക്കെ പറയാം. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരാമായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും എല്ലാം വേണ്ടെന്ന് വെച്ച് സ്ഥാനമാനങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആ മഹത് വ്യക്തിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ഒരുപിടി കണ്ണീർ പൂക്കളർപ്പിക്കാം. നീലങ്കടമുള്ള ക്രിസ്ത്യാനിയാൻ കാരണം ഫ്രഞ്ച് പടനായകൻ ബിലോനിയുടെ ആ സുവിശേഷം കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ആളുടെ വിശ്വാസം അറിഞ്ഞിട്ട് അതിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുന്നത്. അതായത് ആളിനെ തലമുറമായ കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് പിടിക്കുകയാണ്. ആ യുദ്ധത്തിൽ വെച്ച് പിടിച്ചതായിട്ട് തലമുറയില് വെടിയേറ്റ് വീണ് മരിച്ച രക്തസാക്ഷിത്വത്തിന്റെ ഈ സ്ഥലത്ത് പിതാവെ അവതരിപ്പിച്ചു കൂടുവാനായിട്ട് അങ്ങനെ ഇടവരുത്തിനോട് നന്ദി പറയുന്നു. പിതാവെ ദേവസഹായ പിള്ളയുടെ പിതാവെ വിശേഷത്തിന് വേണ്ടി കുട്ടികളുടെ സ്നേഹത്തെ പ്രതി ധീരമായി പീഡകൾ സഹിക്കുവാനായിട്ട് പിതാവെ കർത്താവായ യേശുവേ, ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും എന്ന് അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ദൂരമർദ്ദനങ്ങൾ വാങ്ങിക്കൊണ്ട് പ്രിയമുള്ളവരെ, അടുത്തതായി ഞങ്ങൾ പോകുന്നതാണ് മണിയടിച്ചാമ്പാറ എന്ന സ്ഥലം. ദേവസഹായം പിള്ള വെടിവെച്ച് അദ്ദേഹം താഴെ വീണു. അവിടെ കിടന്ന് മരിക്കുന്ന സമയത്ത് ആ ഒരു വലിയ ഒരു മലയുടെ ഒരു ഭാഗം അടർന്ന് ഭൂമിയിലേക്ക് പതിച്ചു. ആ പതിക്കുന്ന സമയത്ത് വലിയ ഒരു മണിമുഴക്കമായിരുന്നു എന്നാണ് പഴയ ആളുകൾ പറയുന്നത്. ആ അടർന്നു വീണ കല്ലിൽ ഇപ്പോഴും ആളുകൾ അടിക്കുമ്പോൾ അവിടെ നിന്ന് മണിനാദം ഉയരുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ കോട്ടാർ പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ദേവസഹായം പിള്ളയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ കബറിടത്തിലെ സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കബറിടം അവിടെ മുഖ്യ അൾത്താരയ്ക്ക് മുന്നിൽ തന്നെ കബറിടം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് വിശ്വാസികൾ ദേവസഹായം പിള്ളയുടെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഒരുപാട് മക്കൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു കബറിടം കൂടിയാണത്. ഒരുപാട് തീർത്ഥാടകർ എത്തുന്നത് ഈ ദേവസഹായം പിള്ളയുടെ കബറിടത്തിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വിദേശികളും സ്വദേശികളും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് തമിഴ്നാടാണ് ഈ സ്ഥലം എന്നുകൊണ്ട് ഒരുപാട് തമിഴ് മക്കളും അവിടെ